നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂമി കയ്യേറ്റത്തിൽ വയനാട് രണ്ടാം സ്ഥാനത്ത്. ജില്ലയിൽ 81 ഹെക്ടർ കയ്യേറ്റക്കാർ വെട്ടിപ്പിടിച്ചെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് ദിവസക്കൂലിക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു. ദിവസവേതനം ഇനി 630 രൂപ. ഉത്തരവിന് ഏപ്രിൽ 1 മുതൽ പ്രാബല്യം. ഗവൺമെന്റ് വകുപ്പുകളിൽ കരാർ തൊഴിൽ 2 കൊല്ലം മാത്രം. CPIM പാർട്ടി ചരിത്ര രചനയ്ക്ക് വിവരശേഖരണം തുടങ്ങി. പനമരത്ത് തുടക്കം. പട്ടികവർഗ വനിതകൾക്ക് ഗോത്രസമൃദ്ധി പദ്ധതി സംസ്ഥാനത്ത് ആദ്യം നൂൽപ്പുഴയിൽ. പുൽപ്പള്ളി താഴെയങ്ങാടിയിലെ മദ്യശാല മാറ്റണം. മദ്യപന്മാരുടെ ക്യൂ ക്രമസമാധാന പ്രശ്നമായി. കാലവർഷം ഇക്കുറി തകർത്തു പെയ്യുമെന്ന മുന്നറിയിപ്പ്. വേനൽമഴ ജില്ലയ്ക്ക് ആശ്വാസമായി. കിണർ റീചാർജിംഗിൽ മാതൃകയായി ചീരാൽ കല്ലുമുക്കിലെ യുവ കർഷകൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിൽ. കയ്യേറ്റത്തിൽ രണ്ടാം സ്ഥാനത്ത് വയനാടാണെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. 110 ഹെക്ടർ ഗവൺമെന്റ് ഭൂമിയാണ് ഇടുക്കിയിൽ കയ്യേറിയതെങ്കിൽ വയനാട്ടിൽ 81 ഹെക്ടർ ഭൂമിയാണ് കയ്യേറ്റക്കാർ വെട്ടിപ്പിടിച്ചത്. വയനാടടക്കം ജില്ലകളിൽ നിലവിലെ ഭൂനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ 377 ഹെക്ടർ സർക്കാർ ഭൂമിയാണ് രേഖകളിൽ കൃത്രിമം കാണിച്ചും മറ്റും കയ്യേറ്റക്കാർ വരുതിയിലാക്കിയത്. വയനാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങളുടെ കണക്കു തയ്യാറാക്കാൻ ജില്ലാ കലക്ടർക്ക് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയതായി വയനാട് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇടുക്കിയിൽ 110 ഹെക്ടർ സർക്കാർ ഭൂമിയാണ് കയ്യേറിയത്. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം. സ്പിരിറ്റ് ഇൻ ജീസസ് ഭാരവാഹികളായ സക്കറിയാസ് വെള്ളൂക്കുന്നിൽ, സിറിൽ പി ജേക്കബ് എന്നിവരാണ് കൂടുതൽ ഭൂമി കയ്യേറിയത്. വയനാട്ടിലെ 81 ഹെക്ടർ അടക്കം ഭൂമിയും അതിൽ അനധികൃത നിർമ്മിതികളും ഉണ്ടെങ്കിൽ അതും കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. PC ജോർജ് MLA ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലം മന്ത്രി അറിയിച്ചതാണിത്. കയ്യേറ്റ ഭൂമിയുടെ കണക്കെടുപ്പ് തുടരുകയാണ്. ലഭ്യമായ വിവരമനുസരിച്ച് കയ്യേറ്റത്തിൽ ഇടുക്കിയും വയനാടും കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയാണ്. ഓരോ ജില്ലയിലും എത്ര ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന ചോദ്യത്തിന് മറുപടിയായി ജില്ല തിരിച്ചുള്ള കയ്യേറ്റങ്ങളുടെ പട്ടിക മന്ത്രി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ദിവസക്കൂലിക്കാരുടെ വേതനം വർദ്ധിപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവായി. വർദ്ധിപ്പിച്ച നിരക്കുപ്രകാരം ദിവസവേതനം 630 രൂപയും അടിസ്ഥാന മാസക്കരാർ വേതനം 17,025 രൂപയുമായിരിക്കും. പുതുക്കിയ നിരക്കുകൾക്ക് ഏപ്രിൽ 1 മുതൽ പ്രാബല്യമുണ്ടായിരിക്കുമെന്ന് ധനകാര്യ അഡീഷണൽ സെക്രട്ടറി സാധന എസ് നായർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് വകുപ്പുകൾ, ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കരാർ താൽക്കാലിക ജോലിക്കാരുടെ ദിവസവേതനം പുതുക്കി നിശ്ചയിച്ച് ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന് ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. വർദ്ധിപ്പിച്ച നിരക്കുപ്രകാരം ദിവസവേതനം കാറ്റഗറി 1-ൽപ്പെടുന്ന ഓഫീസ് അറ്റൻഡർ, ലാസ്കർ ഗാർഡനർ, മസ്ദൂർ, ഡിപ്പോ വാച്ചർ, റിസർവ് വാച്ചർ എന്നിവർക്ക് 630 രൂപ പ്രതിദിന വേതനവും 17,025 രൂപ പ്രതിമാസ വേതനവും ലഭിക്കും. ഓഫീസ് അറ്റൻഡർ കം ഡ്രൈവർ അടക്കം 33 വിഭാഗങ്ങൾക്ക് ദിവസവേതനം 685 രൂപയും മാസവേതനം 18,450 രൂപയും ലഭിക്കും. കാറ്റഗറി 3-ൽ ക്ലർക്ക്, അക്കൗണ്ടന്റ് തുടങ്ങി 30 തസ്തികകളിൽ ദിവസവേതനം 710 രൂപയും മാസവേതനം 19,850 രൂപയുമായിരിക്കും. കാറ്റഗറി 4 വിഭാഗത്തിന് 735 രൂപയും 5 വിഭാഗത്തിന് 790 രൂപയും പ്രകാരം വേതനം ലഭിക്കും. കാറ്റഗറി 13-ൽ 3 തസ്തികകളിൽ 1,840 രൂപ പ്രതിദിന വേതനവും 54,200 രൂപ പ്രതിമാസ വേതനവുമാണ്. 1 വർഷത്തേക്ക് മാത്രമാണ് കരാർ നിയമനം. തൊഴിലുടമയ്ക്ക് തൃപ്തിയാണെങ്കിൽ 1 വർഷത്തേക്ക് കൂടി തൊഴിൽ നീട്ടി നൽകാം. 2 വർഷത്തിൽ കൂടുതൽ കരാർ ജോലിയിൽ തുടരുന്നതിന് ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി വേണം. കരാർ തൊഴിലുകൾക്ക് മിനിമം വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ധനകാര്യ അഡീഷണൽ സെക്രട്ടറി സാധന എസ് നായരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മാസങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് BPOയെ ഉപരോധിച്ചു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. പട്ടിണിയാക്കോ
പാവങ്ങളെ പട്ടിണിയാക്കും അധികാരികളെ മറുപടി പറയോ. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് പഞ്ചായത്ത് അംഗങ്ങൾ NREG BPO കുഞ്ഞീതുകുട്ടിയെ ഉപരോധിച്ചത്. തുടർന്ന് ചർച്ചയ്ക്കെത്തിയ തഹസിൽദാരെയും ഇവർ ഉപരോധിച്ചു. ഒരു മാസം കൊണ്ട് പൈസ കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എടുത്തുമല്ല, കേന്ദ്ര ഗവൺമെന്റ് എടുത്ത കാര്യം. അതുകൊണ്ട് ഒരുറപ്പും എന്ന് കിട്ടുന്നുള്ളത് കാരണം നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. അത്രേ പറയാൻ പറ്റുള്ളൂ. വേറെ അല്ല, അതിന് നമ്മൾ അറിയിച്ചവരാ, ഇവിടുന്ന് അറിയിച്ചു. നമ്മളതിന്റെ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ, ജോയിന്റ് കമ്മീഷണർ ഉണ്ട്, സാറിനെ വിളിച്ചു. കാരണം ഇതിന്റെ ജില്ലേന്റെ ചാർജ് NREGന്റെ അതിന് മേലെ അനുവദിക്കണം. നിങ്ങളെ ശമ്പളം ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? അല്ല, നമുക്ക് ഇവിടുന്ന് ഫണ്ട് എടുത്തു കൊടുക്കാൻ. തുടർന്ന് സ്ഥലത്തെത്തിയ സബ് കളക്ടർ VR പ്രേംകുമാറുമായി നടത്തിയ ചർച്ചയിൽ ജില്ലയിലെത്തുന്ന തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ ഷൈമ മുരളീധരൻ, ബാബു ഷജിൽ കുമാർ, ബെന്നി ആന്റണി, റഫീഖ്, MG ബാബു, LC ജോയ്, ശശികുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വയനാട് ന്യൂസ്, മാനന്തവാടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബ് ജില്ലയിലെത്തി. ഓരോ സ്ഥലത്തെയും ഭക്ഷണ സാധനങ്ങൾ പരിശോധിച്ച് ഫലം ഉടനെ ലഭ്യമാക്കും എന്നതാണ് പ്രത്യേകത. ശബരിമല സീസൺ സമയത്താണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 2 സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബ് എത്തിയത്. ശബരിമല സീസൺ കഴിഞ്ഞതോടെ ഈ വാഹനങ്ങൾ ജില്ലയിലുടനീളം സഞ്ചരിച്ച് ഭക്ഷണ സാധനങ്ങൾ പരിശോധന നടത്തൽ ആരംഭിച്ചു. പാൽ, ചായപ്പൊടി, വെളിച്ചെണ്ണ, വിവിധ കറി പൗഡറുകൾ, വെള്ളം എന്നിവയുടെ ഫലം അന്നേരം തന്നെ ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകളാണ് ഈ ലാബിൽ പരിശോധന നടത്തുന്നത്. കൂടുതൽ പരിശോധന വേണ്ട സാധനങ്ങൾ ഇവർ റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. 2 ടെക്നീഷ്യന്മാർ, 1 ഡ്രൈവർ ഉൾപ്പെടെ 3 ജീവനക്കാരാണ് ഉള്ളത്. ശീതീകരിച്ച വാഹനത്തിൽ മായവും വിഷാംശവും തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള പാല്, വിവിധതരം പാൽ, അതുപോലെ പിന്നെ വെള്ളം, കുപ്പി വെള്ളം, പിന്നെ ഈ പലവ്യഞ്ജനങ്ങൾ പ്രത്യേകിച്ചും മസാല, ഈ കറി മസാല പൊടികൾ, അതുപോലെ തേയില, കൂടാതെ വെളിച്ചെണ്ണ, ഓയിൽ, ഇവയെല്ലാമാണ് ഇവിടെ ഈ ലാബിൽ പരിശോധിക്കുന്നത്. ഇന്നലെ മാത്രം മാനന്തവാടിയിൽ 16ഓളം സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. മലബാർ മേഖലയിൽ മുഴുവനും പരിശോധന നടത്താനുള്ളത് 1 വാഹനമായതിനാൽ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും വാഹനം ജില്ലയിലെത്തുക. ഇത് ആദ്യമായാണ് സഞ്ചരിക്കുന്ന പരിശോധനാ ലാബ് ജില്ലയിൽ എത്തിയത്. ഈ മാസം 27, 29 തീയതികളിൽ ബത്തേരിയിലും പരിശോധന നടത്തും. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ പ്രദീപ് കുമാർ, ഡോക്ടർ VS ശ്രീഷ്മ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ന്യൂസ്, മാനന്തവാടി. ബത്തേരി മുനിസിപ്പാലിറ്റി അത്യാധുനിക മാലിന്യ പ്ലാന്റ് നിർമ്മാണം. സർവകക്ഷി യോഗത്തിൽ എതിർപ്പും ആശങ്കകളുമായി പ്രദേശവാസികൾ. കരുവള്ളിക്കുന്നിൽ മാലിന്യ പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രദേശവാസികൾ ആശങ്കകൾ അറിയിച്ചത്. ഇതിന് പ്രത്യേകമായി ഈ മാലിന്യത്തെ തരംതിരിച്ചെടുത്ത് അത് കുപ്പി പൗഡറാക്കി ചില്ല് ഫാക്ടറി കയറ്റി അയക്കുന്നതാണ് ഇതിനകത്തുള്ള സംവിധാനം. 3ാമത്തെ, അഴുകുന്ന മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് സംസ്കരിക്കുന്ന പോലെ. കരുവള്ളിക്കുന്നിൽ മുനിസിപ്പൽ ചെയർമാന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ എതിർപ്പും ആശങ്കയും ഉയർന്നത്. നിലവിൽ ഇവിടെയുള്ള പ്ലാന്റ് പ്രവർത്തനം കൊണ്ട് പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ യോഗത്തിൽ ജനങ്ങൾ പങ്കുവച്ചു. അതേസമയം പ്ലാന്റ് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാവില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അധ്യക്ഷനും പറഞ്ഞു. എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത മിക്കവരും പ്ലാന്റ് വരുന്നതിന്റെ ഭവിഷ്യത്തുകൾ എടുത്തു പറഞ്ഞു. പ്ലാന്റ് അവിടെ നിലവിൽ വന്നു, അതിന്റെ ഭവിഷ്യത്തുകൾ മറ്റുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്കറിയാം. കാരണം ഇന്ന് അവിടെ ഈച്ച പൂച്ച ആ ഒരു ഇതിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. ഇനി വന്നിട്ട് ഞങ്ങളുള്ള കുട്ടികൾക്കും കൂടി ആ ഒരു ദുരിതം ഏറ്റെടുക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. 40 വർഷത്തോളായി ഞങ്ങൾ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങളവിടെ വണ്ടി തടുക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ആൾക്കാർ ആരും വന്നിട്ടില്ല. ഞങ്ങളവിടെ ആ കോളനി നിവാസികളും ഞങ്ങളെ പരിസരവാസികളും മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വന്നതാണ്. അത് ആര് ചികിത്സ ചെയ്യൂ? ആരും ചെയ്തിട്ടല്ല, മുതലാളിമാർ ചെയ്യോ? ഞങ്ങൾ കൂലിപ്പണി തന്നെ വേണം. അവിടെ ഒറ്റ കിടക്കുക, ശ്വാസം മുട്ടായിട്ട്. നിങ്ങളിത് ഒന്ന് മാറ്റിളക്കി അന്ന് തൊട്ട് ശ്വാസം മുട്ടാണ്. ഒരാഴ്ച അകത്ത് കിടക്കും. നിലവിലെ പ്ലാന്റ് കാരണം പ്രദേശവാസികളിൽ പലരും നിത്യരോഗികളായതും പ്ലാന്റ് മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. അതേസമയം ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും ആശങ്കകൾ പൂർണ്ണമായും അകറ്റി മാത്രമേ പ്ലാന്റ് സ്ഥാപിക്കുകയുള്ളൂവെന്നും എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നും സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പുറമെ മുനിസിപ്പൽ കൗൺസിലർമാർ, റവന്യൂ, പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
വയനാട് ന്യൂസ്, ബത്തേരി. പാർട്ടി ചരിത്ര രചനയുടെ ഭാഗമായി CPIM പനമരം ഏരിയ കമ്മിറ്റിയുടെ വിവരശേഖരണം ആരംഭിച്ചു. വയനാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഓലാര മായൻകയിൽ നിന്ന് ചരിത്ര വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AN പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രരചനാ സമിതി പനമരം ഏരിയ ചെയർമാൻ PJ ആന്റണി, K ബാലകൃഷ്ണൻ, CU ഏലമ്മ, ജസ്റ്റിൻ ബേബി, മനുജി കുഴിവേലി, KR ജയപ്രകാശ്, മുൻകാല പ്രവർത്തകരായ PU പൈലി, PP നാരായണൻ, PP രാമൻ, കടവത്ത് അമ്മദ്, മുഹമ്മദ് ഷാഫി KR, സദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പാർട്ടി നിരോധിച്ച കാലത്തെ തീക്ഷ്ണമായ ജയിലനുഭവങ്ങൾ മായൻകയും മുൻകാല പ്രവർത്തകരും പങ്കുവച്ചു. 106 വയസ്സു പൂർത്തീകരിച്ച മായൻക മുൻകാല പ്രവർത്തനങ്ങൾ ഇന്നലെ എന്നോണം ഓർത്ത് നിറയൗവനത്തോടെയാണ് സംസാരിക്കുന്നത്. മുൻകാല പാർട്ടി ചരിത്രങ്ങൾ ഒളിമങ്ങാതെ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ചെറുപുഞ്ചിരിയോടെ എല്ലാവരെയും വരവേറ്റ് 2-4 മകളുടെ വീട്ടിൽ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ഗോത്രവർഗ ഗർഭിണികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തി നൂൽപ്പുഴ പഞ്ചായത്ത്. എല്ലാ മാസവും കോളനികളിലെത്തി ഗർഭിണികളെ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പരിചരണവും പോഷകാഹാരവും നൽകിയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഗോത്ര സമൃദ്ധി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. 43% ആദിവാസികൾ താമസിക്കുന്ന നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ഗോത്രവർഗ ഗർഭിണികളുടെ ആരോഗ്യ സുരക്ഷ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. പഞ്ചായത്തിലെ കോളനികളിലെ ഗർഭിണികളായവരെ കണ്ടെത്തി എല്ലാ മാസവും 9-ാം തീയതി പഞ്ചായത്തിലെ നിരപ്പത്തുള്ള PHCയിലെത്തിച്ച് പരിചരണവും പോഷകാഹാരവും നൽകി കോളനിയിൽ തിരിച്ചെത്തിക്കുന്ന പദ്ധതിക്കാണ് പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നതും. ഗോത്രസമൃദ്ധി എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനാവശ്യമായ തുക പഞ്ചായത്ത് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗോത്രവർഗ ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗോത്രവർഗ സ്ത്രീകൾക്ക് പോഷകാഹാരം എത്തിച്ചു നൽകുന്നത് യുവജന സംഘടനയായ DYFI ആണ്. അന്നേ ദിവസം ഇവിടെ എത്തുന്ന ആദിവാസി സഹോദരിമാർക്ക് DYFIയിലെ നൂൽപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകുന്ന ഗോത്ര സമൃദ്ധി എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് K ശോഭൻകുമാർ നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും സാമൂഹ്യമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം തന്നെ ഒരുപാട് പരിമിതികൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ഈ സഹോദരിമാരെ ആരോഗ്യ രംഗത്തുള്ള ഈ ഇടപെടലിലൂടെ ഏറ്റവും അർത്ഥവത്തായ ചുവടുവയ്പ്പിലൂടെ സമൂഹത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഗോത്രസ്പർശം പരിപാടിക്കാണ് ഇവിടെ തുടക്കം. വയനാട് ന്യൂസ്, ബത്തേരി. നാട്ടുകാർക്ക് ശല്യമായ പുൽപ്പള്ളിയിലെ മദ്യവിൽപ്പനശാല പ്രധാന പാതയോരത്തു നിന്ന് മാറ്റണമെന്ന ആവശ്യമുയരുന്നു. പുൽപ്പള്ളി ബത്തേരി റോഡിലെ താഴെയങ്ങാടിയിൽ നിന്നും ഏരിയപ്പള്ളി വരെ യാത്ര ചെയ്യണമെങ്കിൽ മദ്യപാനികളുടെ വിളയാട്ടം മൂലം വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇതിനു പുറമെ തിരക്കും ബഹളവും ഗതാഗത കുരുക്കും പതിവായി. നേരം പുലരുന്നത് മുതൽ രാത്രി വൈകി വരെ തുടരുന്ന ബഹളം മൂലം സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കർണാടകയിലെ ബൈരക്കുപ്പ പഞ്ചായത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയതോടെ അവിടെ നിന്ന് പോലും മദ്യം വാങ്ങാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ താഴെയങ്ങാടി വരെ റോഡിന്റെ പാതയോരത്ത് ക്യൂ നീളുകയാണ്. ഇതുകാരണം വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗതാഗത തടസ്സവും അപകട ഭീഷണിയുമുള്ള സ്ഥലത്താണ് മദ്യവിൽപ്പനയെന്ന് പോലീസ് അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടും അധികാരികൾ ഗൗനിക്കുന്നില്ല. പ്രധാന പാതയോരത്ത് നിന്ന് മദ്യഷാപ്പ് മാറ്റണമെന്ന് പല സംഘടനകളും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മദ്യം വാങ്ങാൻ എത്തുന്നവരെ കരിഞ്ഞന്തയിൽ മദ്യം വാങ്ങി വിൽക്കുന്നവർ മർദ്ദിക്കുന്നതും പതിവായിട്ടുണ്ട്. മദ്യവിൽപ്പന നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും പുതിയ കൗണ്ടറുകൾ തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. പ്രതിദിനം 12 ലക്ഷത്തോളം രൂപയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് പോലും ആവശ്യമായ സൗകര്യമൊരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വനാതിർത്തികളിലെ കരിങ്കൽ മതിലുകൾ അഴിമതിയുടെ നേർക്കാഴ്ചകളാകുന്നു. ലക്ഷങ്ങൾ മുടക്കി വനാതിർത്തികളിൽ തീർത്ത വന്യമൃഗ പ്രതിരോധ മതിലുകൾ മിക്കതും തകർന്നു കിടക്കുകയാണ്. ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കാതെ മതിൽ നിർമ്മിച്ചതാണ് തകരാൻ കാരണമായത്. വനാതിർത്തി കർഷകർ ഏറെ പ്രതീക്ഷയോടെ കണ്ട വന്യമൃഗ പ്രതിരോധ കൽമതിലുകളാണ് അഴിമതിയുടെ നേർക്കാഴ്ചകളായി മാറിയിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കൽമതിലുകൾ മിക്കവയും തകർന്ന അവസ്ഥയിലാണ്. ആനകളടക്കമുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടത്തിലിറങ്ങുന്നത് തടയുന്നതിനായാണ് വനാതിർത്തികളിൽ കൽമതിൽ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത കാരണം ഒട്ടുമിക്ക മതിലുകളും തകരുകയാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ ഓടപ്പള്ളം, പഴേരി, ചെതലയം ഭാഗത്തെ വനാതിർത്തികൾ, നൂൽപ്പുഴയിലെ കാരശ്ശേരി, നൂൽപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിർമ്മിച്ച മതിലുകൾ തകർന്നു കഴിഞ്ഞു. ഇതിൽ ചിലയിടങ്ങളിൽ പുനർനിർമ്മാണവും നടത്തിയിരുന്നു. ഇത്തരം പ്രവൃത്തികൾ ജനകീയ കമ്മിറ്റികളുടെ മേൽനോട്ടത്തിൽ നടത്തിയാൽ ഉപകാരപ്രദമാകുമെന്നാണ് പൊതുജനാഭിപ്രായം. വയനാട് ന്യൂസ്.
ബത്തേരി. പൊട്ടിപ്പൊളിഞ്ഞ മുള്ളൻകൊല്ലി സുരഭിക്കവല റോഡിലെ യാത്രാ ദുഷ്കരം. ഇളകിക്കിടക്കുന്ന കല്ലുകൾ യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കല്ലുകൾ തെറിച്ച് കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായി. 2 കിലോമീറ്റർ മാത്രം വരുന്ന റോഡ് വർഷങ്ങളായിട്ടും PWD അധികൃതർ പാച്ച് വർക്ക് നടത്താനോ റീടാർ ചെയ്യാനോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിട്ട് പോലും ബസ് സർവീസ് ഇല്ലെന്ന കാരണത്താൽ റോഡിനെ അധികൃതർ അവഗണിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ റോഡ് റീടാർ ചെയ്ത് ഗതാഗത സൗകര്യം ഒരുക്കുമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉറപ്പു നൽകാറുണ്ടെങ്കിലും പിന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ല. അവഗണന അവസാനിപ്പിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കാനാവശ്യമായ നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ. വേനൽ മഴ ആരംഭിച്ചതോടെ റോഡിലെ വൻ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും കാൽനടയാത്രക്കാർക്കും മറ്റും ദുരിതമായി മാറിയിരിക്കുകയാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കൽപ്പറ്റ നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചക്ക, മാങ്ങ, തേങ്ങ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വത്തിൽ സംസ്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നഗരത്തിലെ മുഴുവൻ വാർഡുകളിലെയും വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി. കാലവർഷം കൈവിട്ടപ്പോൾ വേനൽ മഴ ജില്ലയ്ക്ക് ആശ്വാസമായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇതുവരെ 50% വേനൽ മഴ കൂടുതൽ ലഭിച്ചു. അതേസമയം ഇത്തവണ കാലവർഷം മുൻപത്തേക്കാൾ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മുൻവർഷം വേനൽ മഴയും കാലവർഷവും കൈവിട്ട് വരൾച്ചയിൽ വരാൻ തുടങ്ങിയ ജില്ലയ്ക്ക് ആശ്വാസമായിട്ടാണ് ഇത്തവണ വേനൽമഴ പെയ്തിറങ്ങിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇതുവരെ 50% വേനൽമഴ അധികം ജില്ലയിൽ ലഭിച്ചു കഴിഞ്ഞു. ജനുവരി മുതൽ മെയ് 7 വരെ 300 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 150 മില്ലിമീറ്റർ ആയിരുന്നു. വേനൽമഴയ്ക്ക് പുറമെ ഇത്തവണ കാലവർഷവും രാജ്യത്ത് ശക്തമാകുമെന്നുള്ള റിപ്പോർട്ടാണുള്ളത്. മെയ് 26-ന് മൺസൂൺ എത്തുമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണ മഴ കൂടുതൽ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഏപ്രിൽ 18 വരെയുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ 96% മഴ ലഭിക്കുമെന്ന് പറയുന്നത്. മഴ നല്ല രീതിയിൽ ലഭിച്ചെങ്കിൽ മാത്രമേ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കുടിവെള്ളക്ഷാമത്തിൽ നിന്നും രക്ഷ നേടാനും കഴിയുകയുള്ളൂ. അതേസമയം ചൊവ്വാഴ്ച സംസ്ഥാനത്ത് വേനൽമഴ കുറവായിരുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുമെന്ന റിപ്പോർട്ടാണുള്ളത്. മഴ പെയ്തൊഴിയുന്നതിനൊപ്പം മഴവെള്ളവും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടത്. ഇതിലൂടെ മാത്രമേ വരൾച്ചയിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വയനാട് ന്യൂസ്, ബത്തേരി. കിണർ റീചാർജിങ്ങിലൂടെ ജലക്കൊയ്ത്ത് നടത്തുകയാണ് ചീരാൽ കല്ലുമുക്ക് ചേലക്കമ്പാളി സുകുമാരൻ എന്ന യുവ കർഷകൻ. കുടിവെള്ളത്തിനായി സമീപവാസികൾ ആശ്രയിക്കുന്നത് സുകുമാരന്റെ കിണറിനെയാണ്. വീടിന് മുകളിൽ വീഴുന്ന മഴവെള്ളം പൈപ്പ് വഴി ഫിൽറ്റർ ചെയ്താണ് കിണറിലെത്തിക്കുന്നത്. 1.5 വർഷം മുമ്പാണ് സുകുമാരൻ വീടിന് മുകളിൽ വീഴുന്ന മഴവെള്ളം പൂർണ്ണമായും കിണറിലെത്തിക്കാൻ തുടങ്ങിയത്. കടുത്ത വേനലിനെ അതിജീവിക്കാൻ കുടിവെള്ളത്തിന് മഴവെള്ളക്കൊയ്ത്തിന്റെ ഈ രീതി മാത്രം മതിയാകുമെന്ന് സുകുമാരൻ പറഞ്ഞു. സമീപ പ്രദേശത്തെ കിണറുകളെല്ലാം വറ്റിയിട്ടും കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന സുകുമാരന്റെ കിണറിൽ ജലം സുലഭമാണ്. കിണറിനോട് ചേർന്ന് മറ്റ് 3 റിങ്ങുകൾ സ്ഥാപിച്ച് മെറ്റലും മണലും കരിയുമിട്ട് ഫിൽറ്റർ ചെയ്താണ് കിണറിലേക്ക് ജലമൊഴുക്കുന്നത്. കിണറിന്റെ അടിത്തട്ടിൽ നിന്ന് 10 അടി ഉയരത്തിലാണ് ഫിൽറ്റർ ചെയ്ത വെള്ളം ശേഖരിക്കുന്നത്. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ അലയുമ്പോൾ ഓർക്കുക, ഓരോ തുള്ളി മഴവെള്ളം ഭൂമിയിൽ തന്നെ സുരക്ഷിതമായി നിക്ഷേപിക്കാം. ജലത്തിന്റെ മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിവും സുകുമാരന്റെ സന്നദ്ധതയും ഉണ്ടെങ്കിൽ ഇത് ആർക്കും നടപ്പാക്കാവുന്ന രീതിയാണ്. ഞാനിപ്പോൾ 1.5 വർഷമായി റീചാർജ് തുടങ്ങിയിട്ട്. റീചാർജ് തുടങ്ങിയതിന് ശേഷം എനിക്ക് വെള്ളത്തിന് കാര്യമായി ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ അടുത്തുള്ള ആളുകളും ഇവിടെ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, കുടിവെള്ളത്തിന് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതേപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് വെള്ളം എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. മഴ ആവശ്യത്തിന് ലഭിച്ചിട്ടും പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിൽ കൃഷിയിടങ്ങൾ സജീവമാകുന്നില്ല. പുതുമഴ ലഭിച്ചാൽ ആരംഭിക്കേണ്ടിയിരുന്ന ഇഞ്ചി, കപ്പ, ചേന എന്നിവയുടെ നടിയിൽ പേരിനു മാത്രം. കുരുമുളക് ചെടിക്ക് വളം ഇടിയിൽ ഈ സമയത്താണ് നടത്താറ്. എന്നാൽ തൊഴിലാളി ക്ഷാമത്തിന് പുറമെ സാമ്പത്തിക പ്രതിസന്ധിയും കാരണം കാർഷിക ജോലികൾ നിലച്ച മട്ടാണ്. മുൻപൊക്കെ ഇഞ്ചി, ചേന, കപ്പ തുടങ്ങിയ കൃഷിയില്ലാത്ത ഒരു കർഷകർ പോലും ഇല്ലായിരുന്നു. വർദ്ധിച്ച കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും കാരണം കൃഷിയിറക്കാൻ കഴിയുന്നില്ല. ഒരു ചാക്ക് ഇഞ്ചി നടണമെങ്കിൽ 1000-ഓളം രൂപയാണ് ചെലവ് വരുന്നത്. നല്ല ഇനം കുരുമുളക് വള്ളിക്ക് ഒരു കൂടയ്ക്ക് 30 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. വേനൽ മഴ വൈകി കിട്ടിയത് മൂലം എല്ലാ കൃഷിയിടങ്ങളിലും ഒരേ സമയം പണിയാരംഭിച്ചത് പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഏപ്രിൽ ആദ്യവാരത്തിൽ കൃഷിയിറക്കേണ്ട ഇഞ്ചി, കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ കൃഷികൾ മഴ ലഭിക്കാൻ വൈകിയതോടെ വിത്തിനങ്ങൾ മാർക്കറ്റിൽ വിറ്റ കർഷകരും ഏറെയാണ്. ഇടവിള കൃഷികൾ കുറഞ്ഞതോടെ അടുത്ത വിളവെടുപ്പ് സീസണിൽ ഇഞ്ചി, കപ്പ, ചേന തുടങ്ങിയ കൃഷികൾ കുത്തനെ കുറയാനും കാരണമാകും. ജലസേചനത്തിന്റെ അപര്യാപ്തത കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായതായി കർഷകർ പറയുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മുതുമല വനമേഖലയിൽ വേനൽ മഴ ലഭിച്ചില്ല. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ വയനാടൻ കാടുകളിലേക്ക്. അതിർത്തി ഗ്രാമങ്ങളിൽ കൂട്ടമായി എത്തുന്ന ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ കർഷകർക്ക് ഭീഷണിയാവുകയാണ്.
നീലഗിരി വനമേഖലയിൽ വേനൽ മഴ ലഭിക്കാത്തതിനാൽ തീറ്റയും വെള്ളവും തേടി ആനയടക്കം വന്യമൃഗങ്ങൾ വയനാടൻ കാടുകളിലേക്ക് കൂട്ടമായി എത്തുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുതുമലയിൽ വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് പതിവായിരുന്നു. മഴ ലഭിക്കാത്തതിനാൽ വനത്തിനുള്ളിലെ ജലലഭ്യത കുറഞ്ഞതും തീറ്റയും വെള്ളവുമില്ലാതായതുമാണ് മരണകാരണമായി പറയുന്നത്. കാട്ടുമൃഗങ്ങൾ ഇപ്പോൾ വയനാടൻ അതിർത്തികളിലാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇവ കൂട്ടമായി എത്തുന്നത് കർഷകർക്ക് ഏറെ നഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. കുണ്ടൂർ, കാപ്പാട്, പാട്ടവയൽ പ്രദേശങ്ങളിൽ പകൽ സമയത്തും ആനഭീഷണി നിലനിൽക്കുകയാണ്. മുതുമല വനപ്രദേശങ്ങളിൽ ഇനിയും മഴ ലഭിച്ചില്ലെങ്കിൽ വയനാടൻ അതിർത്തികളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമെന്ന ഭീതിയിലാണ് വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. ബത്തേരി മുനിസിപ്പാലിറ്റി ബഡ്ജറ്റിൽ വയോജനങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം ആരംഭിക്കുമെന്ന് വയോജനവേദി ബത്തേരി മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 കോടി രൂപ മുനിസിപ്പൽ ബഡ്ജറ്റിൽ അനുവദിച്ചെങ്കിലും 1 രൂപ പോലും വയോജനങ്ങൾക്ക് വിനിയോഗിച്ചിട്ടില്ല. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനങ്ങൾക്ക് മറുപടി പോലും നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് സമരവുമായി രംഗത്തിറങ്ങുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി, വയോജനവേദിയുടെ മുനിസിപ്പൽ കമ്മിറ്റി ഒരു മെമ്മോറാണ്ടം 2/1/2017 നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതേ സ്ഥാനത്ത് അവർ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല. 100 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അതിഗംഭീരമായി അവതരിപ്പിച്ചു എങ്കിലും ഒരു പൈസ പോലും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടില്ല. അതിനെതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. തീർത്ഥാടന കേന്ദ്രമായ അമരക്കുനി സെന്റ് ജൂഡ് ദേവാലയത്തിൽ 10 ദിവസത്തെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ റോബിൻ പടിഞ്ഞാറയിൽ കൊടിയേറ്റി. സ്ഥാപക വികാരി ഫാദർ ജോസ് തയ്യിൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകി. 13, 14 തീയതികളിലാണ് പ്രധാന തിരുനാൾ. ഇന്നു മുതൽ 12 വരെ വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. 13 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും വചന സന്ദേശത്തിനും നൊവേനയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും ഫാദർ തോമസ് കച്ചിറയിൽ നേതൃത്വം നൽകും. ഇന്ന് ബുദ്ധ പൗർണമി. വൈശാഖത്തിലെ പൗർണമി നാളായ ഇന്ന് ലോകമെമ്പാടും ബുദ്ധമത വിശ്വാസികൾ ശ്രീബുദ്ധന്റെ ജന്മദിനം ബുദ്ധപൂർണിമയായി ആഘോഷിക്കുകയാണ്. ശ്രീബുദ്ധന്റെ നിർവാണപ്രാപ്തിയുടെ വാർഷികമായും ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി. ബീഹാർ ഗയയിലെ ബോധിവൃക്ഷ ചുവട്ടിൽ ശ്രീബുദ്ധന് ബോധോദയമുണ്ടായത് ബുദ്ധപൂർണിമ ദിനത്തിലാണെന്നും വിശ്വാസമുണ്ട്. ശുഭ്രവസ്ത്രധാരികളായി ഒന്നിച്ചുകൂടി പൂജകളും പ്രാർത്ഥനകളും നടത്തുകയും ഭക്ഷണവും വസ്ത്രവും ദാനമായി നൽകുകയും ചെയ്യുന്നതാണ് പ്രധാന ആചാരം. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ, ഉത്തര കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലും ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നുണ്ട്. ബുദ്ധവിഹാരങ്ങൾ കൊടികളും തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കുന്നതും സവിശേഷതയാണ്. വൈശാഖ പൗർണമിയെ ഗുരുപൂർണിമ എന്നും പറയും. ആചാര്യഭരണം, ഗുരുപൂജ എന്നിവ ഈ ദിവസത്തിൽ ഭാരതീയ ആചാരങ്ങളിൽ പെടുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. തയ്യൽ തൊഴിലാളിയും തൊഴിലും എന്ന വിഷയത്തിൽ KSTAN വയനാട് ജില്ലാ കമ്മിറ്റി കേണിച്ചിറ ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി KK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാനത്തു നിന്ന് ഒരു നിയന്ത്രണവുമില്ലാതെ കൊണ്ടുവരുന്ന ഗുണമേന്മയില്ലാത്ത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അമിതവില ഈടാക്കി വിൽക്കുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കായ ആളുകൾ ആശ്രയിക്കുന്ന ഈ തൊഴിൽ മേഖലയെ സഹായിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകാത്തതിനാൽ തൊഴിലാളികൾ ദുരിതം അനുഭവിക്കുകയാണ്. ഈ തൊഴിലിനെ സംരക്ഷിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് KR സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ഭാരവാഹികളായ ബിന്ദു രമേശൻ, M പത്മാവതി, M ബിന്ദു, PK ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂമി കയ്യേറ്റത്തിൽ വയനാട് 2ാം സ്ഥാനത്ത്. ജില്ലയിൽ 81 ഹെക്ടർ കയ്യേറ്റക്കാർ വെട്ടിപ്പിടിച്ചെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് ദിവസക്കൂലിക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു. ദിവസവേതനം ഇനി 630 രൂപ. ഉത്തരവിന് ഏപ്രിൽ 1 മുതൽ പ്രാബല്യം. ഗവൺമെന്റ് വകുപ്പുകളിൽ കരാർ തൊഴിൽ 2 കൊല്ലം മാത്രം. CPIM പാർട്ടി ചരിത്ര രചനയ്ക്ക് വിവരശേഖരണം തുടങ്ങി. പനമരത്ത് തുടക്കം. പട്ടികവർഗ വനിതകൾക്ക് ഗോത്രസമൃദ്ധി പദ്ധതി സംസ്ഥാനത്ത് ആദ്യം നൂൽപ്പുഴയിൽ. പുൽപ്പള്ളി താഴെയങ്ങാടിയിലെ മദ്യശാല മാറ്റണം. മദ്യപന്മാരുടെ ക്യൂ ക്രമസമാധാന പ്രശ്നമായി. കാലവർഷം ഇക്കുറി തകർത്തു പെയ്യുമെന്ന് മുന്നറിയിപ്പ്. വേനൽമഴ ജില്ലയ്ക്ക് ആശ്വാസമായി. കിണർ റീചാർജിംഗിൽ മാതൃകയായി ചീരാൽ കല്ലുമുക്കിലെ യുവ കർഷകൻ. ഈ
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.